എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിതാ തേർഡിൽ നിന്നും ഫോർത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അല്ലേ. ഇത്തവണ നമ്മുടെ EVS മൊത്തത്തിൽ നമുക്ക് 8 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, 3ാം ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും ആനുവൽ എക്സാം എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് നമുക്ക് സ്കോറും കിട്ടി. പക്ഷേ നമ്മൾ 4ലേക്ക് വരുമ്പോഴേക്കും ഈ പറയുന്ന എക്സാമുകളുടെ ഒക്കെ കൂടെ നമുക്ക് CM കിഡ്സ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ചുരുക്കി പറയുവാണെങ്കിൽ നമ്മുടെ LSS എക്സാം. ഈ ഒരു എക്സാമിന് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു ഈ ഒരു കഴിഞ്ഞ കൊല്ലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും വെൽ പ്ലാൻഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ എല്ലാ എക്സാമിനും നമുക്ക് ടോപ്പർ ആകാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ EVS എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ടൈമാണ്. അതുമാത്രമല്ല, നമ്മൾ കുറേ പുതിയ പുതിയ ടേംസും നമ്മൾ ഈ കൊല്ലം പരിചയപ്പെടുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറേ പുതിയ കാര്യങ്ങൾ, അതായത് എന്താണ് അഡാപ്റ്റേഷൻ, അതായത് അനുകൂലനം, എന്താണ് ഹാബിറ്ററ്റ്, അതായത് ആവാസം അല്ലെങ്കിൽ വാസസ്ഥലം, എന്താണ് എക്കോസിസ്റ്റം, ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുവാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞു തരാനാണ് നമ്മുടെ സൈലത്തിൻ്റെ സ്വന്തം പ്രാണ ബാച്ച് നിങ്ങൾക്കായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളിത് സബ്ജക്റ്റിലേക്ക്, അതായത് ഓരോ സബ്ജക്റ്റിനെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ലൈവുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈവൻ നമ്മൾ യൂട്യൂബിൽ 1, 2 പാർട്ടിൽ അവസാനിപ്പിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ ആപ്പ് ലൈവിൽ 3, 4 പാർട്ട്, അതിൻ്റെ കൂടെ തന്നെ യൂണിറ്റ് ടെസ്റ്റ് ആയിട്ടും പിന്നെ നമ്മുടെ പോഡ്കാസ്റ്റിനായിട്ടും വെൽ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ആദ്യ ക്ലാസ് മുതൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിലും നമുക്ക് ടോപ്പർ ആകാനായിട്ട് പറ്റുള്ളൂ. ഇനി അത് മാത്രമല്ല, നിലവിൽ നമ്മുടെ പ്രാണ ബാച്ചിൽ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. അതാണ് റെഫർ എ ഫ്രണ്ട്. അതായത് നിങ്ങൾക്ക് ഓരോ മാസവും നിങ്ങളുടെ 10 ഫ്രണ്ട്സിന് നിങ്ങൾക്ക് നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യുവാണെങ്കിൽ അതിലൂടെ ഓരോ ഫ്രണ്ട്സിൽ നിന്നും നിങ്ങൾക്ക് 100 പോയിന്റ് ഏൺ ചെയ്യാനും സാധിക്കും. അപ്പോൾ കൂടുതൽ ഫീച്ചേഴ്സും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പ്രാണ ബാച്ചിൻ്റെ കൂടുതൽ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി താഴെ നിങ്ങൾക്കൊരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാ മക്കളും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. മാക്സിമം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അടിപൊളിയാവട്ടെ ഈ ഒരു 4ാം ക്ലാസ് എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.